ചരിത്രത്തിലേക്ക് ഒരു തങ്കത്താൾ കൂടി എഴുതി ചേർക്കാൻ ISROയ്ക്ക് കഴിയുമോ? അതിനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ISROയുടെ ചരിത്ര ദൗത്യം വിജയത്തിന് തൊട്ടരികിൽ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്നത്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം അന്തിമഘട്ടത്തിലാണിപ്പോൾ. ഉപഗ്രഹങ്ങൾ പരസ്പരം ആശയവിനിമയം തുടങ്ങി എന്ന വിവരങ്ങളാണ് വരുന്നത്. വിവരങ്ങളുമായി കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. നമുക്കറിയേണ്ടത് ഇതൊരു വലിയ ഗുഡ് മോർണിംഗ് ആവുമോ ISROയെ സംബന്ധിച്ച് എന്നതാണ്. 2 തവണ ഈ ദൗത്യം സാങ്കേതികമായ ചെറിയ പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ഇന്നിപ്പോൾ സ്പേഡെക്സ് ദൗത്യം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? വെരി ഗുഡ് മോർണിംഗ് ശ്രീജ. ഒരു ചരിത്ര ദൗത്യത്തിന് അരികെയാണ് ഇന്ത്യ എന്ന് തന്നെ പറയണം. ഏത് നിമിഷവും സ്പേസ് ഡോക്കിംഗ് നടക്കും എന്നാണ് ഇസ്രോയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ബാംഗ്ലൂരുവിലെ ഇസ്ട്രാക്കിൽ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. 6:29-നും 7:19-നും ഇടയ്ക്ക് ഡോക്കിംഗ് നടക്കും എന്നാണ് ഇസ്രോ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ ഡോക്കിംഗ് പ്രക്രിയ നടക്കും. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം 3 മീറ്റർ മാത്രമായി കുറഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ഡോക്കിംഗ് നടക്കും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ബഹിരാകാശത്ത് 2 പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അത്യധികം സങ്കീർണമായ ശാസ്ത്രവിദ്യ കൈവരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ ഇനി നിമിഷങ്ങൾ മാത്രം എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, 2 പ്രതികൂല സാഹചര്യങ്ങൾ കാരണം 2 തവണ ഈ ദൗത്യം മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഡോക്കിംഗുമായി ബന്ധപ്പെട്ട് ലൈവ് സ്ട്രീമിംഗ് ഇതുവരെയും ISROയുടെ ട്വിറ്റർ ഹാൻഡിലോ മറ്റ് ഹാൻഡിലുകളിലോ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം പൂർത്തിയായ ശേഷം വീഡിയോ പ്രതീക്ഷിക്കുന്നു നമ്മൾ. ഏതായാലും ഡിസംബർ 30-നാണ് ഇതിനുള്ള 2 ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചത്. 220 കിലോഗ്രാം വീതമുള്ള ഈ ഉപഗ്രഹങ്ങളുടെ ഭാരം 220 കിലോഗ്രാം വീതമായിരുന്നു. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് സ്പേഡെക്സ് എന്നത്. ഈ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഈ ദൗത്യത്തെ ഉറ്റുനോക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 2 ഉപഗ്രഹങ്ങളും തമ്മിൽ 20 കിലോമീറ്റർ അകലം പാലിക്കുന്ന തരത്തിലായിരുന്നു ഡിസംബർ 30-ന് വിക്ഷേപിച്ചത്. 10 ദിവസം കൊണ്ട് ഈ 2 ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുകയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ നേരത്തെ സാങ്കേതിക പ്രശ്നം കാരണം 2 തവണ ഈ ഡോക്കിംഗ് മാറ്റിവെച്ചു. ആദ്യം ചൊവ്വാഴ്ചയും പിന്നീട് വ്യാഴാഴ്ചയുമാണ് ഇത്തരത്തിൽ ഡോക്കിംഗ് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ അവ മാറ്റിവെക്കുകയായിരുന്നു. ഏതായാലും ഇവയെ നിയന്ത്രിച്ച് അടുത്തു കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങിയിരിക്കുന്നു. 3 മീറ്റർ മാത്രമായി ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം കുറഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ആ ചരിത്ര ദൗത്യത്തിനരികെ ഇന്ത്യ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചേസർ ഉപഗ്രഹത്തിൽ നിന്ന് ടാർഗറ്റിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതാണ്. അത് അല്പം മുൻപ് ISRO അവരുടെ എക്സിൽ പങ്കുവച്ച വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ത്രസ്റ്റിൽ ചെറുതായി ഫയർ ചെയ്യുന്നതടക്കം നമുക്ക് ഇതിൽ കാണാം. ഏതായാലും 6:29-നും 7:19-നും ഇടയ്ക്ക് ഡോക്കിംഗ് നടക്കും എന്നാണ് ഇസ്രോ അറിയിച്ചത്. ബാംഗ്ലൂരുവിലെ ഇസ്ട്രാക്കിൽ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഇതുവരെ വളരെ കൃത്യമായി ദൗത്യം പുരോഗമിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി കാർത്തിക്. ഇപ്പോൾ